മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ വളരെ താല്പര്യത്തോടെ നിങ്ങളെല്ലാവരെയും മദർ ഹോം ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ സുവിശേഷ പ്രഘോഷത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. തലശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രമായ മദർ ഹോമിൽ വെച്ച് ദൈവ ശുശ്രൂഷ വചന പ്രഘോഷത്തോടെ പങ്കുവയ്ക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് ആശംസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ ശക്തമായി കടന്നു വന്ന ചിന്ത പരിശുദ്ധ മാതാവിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കണമെന്ന്. അങ്ങനെ തോന്നാൻ കാരണം ഈ 2017 ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ 100ാം വാർഷികം നമ്മൾ ആചരിക്കണം. അതായത് ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 100ാം വാർഷികമാണ് ഈ വർഷം. നമുക്കറിയാം 1917 മെയ് മാസം 13-ാം തീയതി തൊട്ട് തുടർച്ചയായ 6 മാസങ്ങളിൽ എല്ലാ 13-ാം തീയതിയും പോർച്ചുഗലിലെ ഫാത്തിമ എന്ന കൊച്ചു ഗ്രാമത്തിൽ 3 ഇടയ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഫ്രാൻസിസ്, ജസീന്ത, ലൂസി. ആടിനെ മേയ്ക്കാൻ പോയ ആ കുട്ടികൾക്ക് അതിന് മുമ്പ് തന്നെ മാലാഖമാരുടെ ദർശനങ്ങളും അടയാളങ്ങളും കിട്ടുമായിരുന്നു. ആ മാലാഖമാർ ഈ കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം, നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. അങ്ങനെ നന്മ നിറഞ്ഞ മറിയം ചെല്ലാനും സ്വർഗസ്നാപിതാവ് ചെല്ലാനും കർത്താവിൻ്റെ മാലാഖ ചെല്ലാനും പ്രാർത്ഥനകളൊക്കെ അവർ പഠിച്ചു തുടങ്ങി. അപ്പോൾ ആടിനെ മേയ്ക്കാൻ പോകുന്ന ഇവർ ഇടവേളകളിൽ എവിടെയെങ്കിലും ഇരുന്ന് മരത്തിൻ്റെ ചോട്ടിലും പാറയുടെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വളരെ സുന്ദരിയായൊരു സ്ത്രീ ഒരു മരത്തിൻ്റെ ശിഖരങ്ങളുടെ ഇടയിലൂടെ അവർക്ക് കാണപ്പെട്ടത്. കുഞ്ഞുങ്ങൾ പേടിച്ച് ഒരു പാറയിടുക്കിലേക്ക് ഒളിച്ചിരുന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മക്കളെ പേടിക്കണ്ട, ഞാൻ മാതാവാണ്. കുട്ടികൾക്കത് മനസ്സായില്ലെങ്കിലും മാതാവ് സന്ദേശം നൽകി പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ്, ലോകം മുഴുവനുമുള്ള സന്ദേശം നൽകാൻ വന്നിരിക്കുകയാണ്. നമുക്കറിയാം 1917 എന്ന് പറയുന്നത് 1-ാം ലോകമഹായുദ്ധം അവസാനിക്കാൻ പോകുന്ന കാലഘട്ടങ്ങളായിരുന്നു. യുദ്ധം മൂലമുണ്ടായ അസ്വസ്ഥതകൾ ഒരു വശത്ത്, നിരീശ്വരവാദവും കമ്മ്യൂണിസവും പടർന്നു പിടിക്കുന്ന കാലഘട്ടം, ഭൗതിക സുഖങ്ങളുടെ വ്യഗ്രതയിൽ
സഭയും സമൂഹവും ആണ്ടുപോകുന്ന കാലഘട്ടത്തിൽ മാതാവ് പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം, മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണം. പാപികൾ മാനസാന്തരപ്പെടാനും തിന്മയുടെ വഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നും. കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഇവർ അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് വളരെ അടുത്ത ആൾക്കാർ പറഞ്ഞു, ഇതാ ഞങ്ങൾക്കൊരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞെന്നും. മാതാവാണെന്ന് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ആരൊക്കെയോ അത് ഏറ്റെടുത്ത് അടുത്ത മാസവും വരാൻ പറഞ്ഞ ഡീറ്റെയിൽ അവിടെ ചെന്നപ്പോൾ കൂടെ ചെന്നവർക്കൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഈ മക്കൾക്ക് പിന്നെയും കാണാൻ സാധിച്ചു, മാതാവിനെ കാണാൻ സാധിച്ചു. മാതാവ് പറഞ്ഞു, മാനസാന്തരത്തിനായി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കണം, എല്ലാവരും തീക്ഷ്ണതയോടെ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ. ഈ രണ്ടാം പ്രാവശ്യം ഈ വാർത്ത കുറച്ച് പേരോടൊക്കെ പറഞ്ഞു. നാട്ടിലെ ആൾക്കാർ അറിഞ്ഞു, അധികാരികൾ അറിഞ്ഞു, അവർ കുറേയൊക്കെ എതിർപ്പ് കാണിച്ചു. എങ്കിലും മൂന്നാം പ്രാവശ്യവും ജൂലൈ മാസത്തിലും പ്രത്യക്ഷപ്പെട്ടു. ഈ മൂന്നാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഫാത്തിമയിൽ മാതാവ് 3 രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ആദ്യത്തെ 2 രഹസ്യങ്ങളും പാപത്തെക്കുറിച്ച് അനുദപിക്കാനും പരിത്യാഗം ചെയ്യാനും ജപമാല എല്ലാനുമായിരുന്നു. പ്രത്യേകിച്ച് സ്വർഗത്തെയും നരകത്തിൻ്റെയും ദർശനങ്ങൾ കാണിച്ചു കൊടുത്തു. നരകത്തിൻ്റെ ദർശനത്തിൽ ധാരാളം ആളുകൾ അഗ്നിയിൽ വെന്തുരുകുന്നതും നശിക്കുന്നതും നിത്യനാശത്തിലേക്ക് പോകുന്നതും കാണിച്ചു കൊടുത്ത് പറഞ്ഞു, മക്കളെ അനുദപിക്ക്, പാപത്തിൽ നിന്ന് വെറുതുപേക്ഷിക്ക്, രക്ഷപ്പെടാൻ വേണ്ടി. കുഞ്ഞുങ്ങളിത് എന്ന് കുറേയും കൂടെ പരസ്യമായി പറഞ്ഞു. ഓരോ 13-ാം തീയതിയും ഇത് ആവർത്തിക്കപ്പെട്ടു. 1000ങ്ങളായി 10000ങ്ങളായി ഇങ്ങനെ ആളുകൾ കൂടിക്കൊടുന്നു. പ്രിയപ്പെട്ടവരെ, മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെയുള്ള കാലഘട്ടത്തിലെ എല്ലാ 13-ാം തീയതിയും മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവിൻ്റെ സന്ദേശത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം പാപത്തെ ഉപേക്ഷിക്കാനും മാനസാന്തരപ്പെടുവാനുമായിരുന്നു. മാതാവ് പ്രത്യേകമായി ചെല്ലാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥന ജപമാലയായിരുന്നു. ഇതിൽ ആദ്യത്തെ 2 രഹസ്യങ്ങളും സാധാരണ സന്ദേശമായിരുന്നെങ്കിലും മൂന്നാമത്തെ രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ മാതാവ് കുഞ്ഞുങ്ങളെ അനുവദിച്ചില്ല. നമുക്കറിയാം, ചരിത്രം പഠിക്കുന്നു, ഫ്രാൻസിസ്, ജസീന്ത, ലൂസി എന്ന് 3 ഇടയ കുട്ടികൾക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിൽ ഫ്രാൻസിസും ജസീന്തയും 1 വർഷം കഴിയുമ്പോൾ മരിച്ചു. ലൂസി തുടർന്ന് ജീവിച്ചു. ലൂസി കുറേ കഴിയുമ്പോൾ ഒരു സന്യാസഭയെ ചേരുകയും വാർദ്ധക്യത്തെത്തുകയും വളരെ കാലം സഭയെയും സമൂഹത്തെയും കാണുകയും ചെയ്തു. 1983 ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ കാലഘട്ടത്തിലാണ് എന്താണ് ഫാത്തിമയിലെ മൂന്നാമത്തെ രഹസ്യം എന്നൊക്കെ വീണ്ടും സഭ അന്വേഷിക്കാനും പഠിക്കാൻ തുടങ്ങിയത്. ആ അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും വെളിച്ചത്തിലായിരിക്കാം മാർപ്പാപ്പ ഫാത്തിമയിൽ ചെല്ലുകയും തൻ്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയ വെടിയുണ്ട അവിടെ മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് കമ്മ്യൂണിസവും നിരീശ്വരവാദം വളരുന്ന കാലഘട്ടത്തിൽ ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിന്, പ്രത്യേകിച്ച് റഷ്യയുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതുപോലെ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ലോകത്തെ മുഴുവൻ സമർപ്പിച്ച് മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. അന്ന് നൽകിയ സന്ദേശത്തിൽ 3-ാം രഹസ്യത്തിൻ്റെ കാതൽ മാർപ്പാപ്പ സൂചിപ്പിച്ചു. അതായത്, ഇതാ അന്ത്യദിനങ്ങളിലേക്ക് പോവുകയാണ്. പീഡനങ്ങളും മതമർദ്ദനങ്ങളും ഉണ്ടാകും, നാശങ്ങളും ഭൂകമ്പങ്ങളും തകർച്ചകളും ഉണ്ടാകും. എല്ലാ വിധത്തിലും അപജയത്തിൻ്റെയും തകർച്ചയുടെയും കാലഘട്ടമായിരിക്കും. അത് സമൂഹത്തിലും പ്രകൃതിയിലും സഭയിലും. അതുകൊണ്ട് അനുദപിക്കണം, പശ്ചാത്തപിക്കണം, മാപ്പ് ചോദിക്കണം എന്നൊക്കെ. മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ കാലഘട്ടത്തിൽ സന്ദേശത്തിന് പ്രസക്തി ഉണ്ടായി. സഭയിലെ ഇടയന്മാർ പോലും, സഭയുടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരും, പ്രത്യേക ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷം പോലും ആക്രമിക്കപ്പെടുമെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞത് അന്ന് പൂർത്തീകരിക്കപ്പെട്ടു. പീഡനങ്ങൾ ഉണ്ടാകുമെന്ന്, മതമർദ്ദനങ്ങൾ ഉണ്ടാകുമെന്ന് പറയപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ വീണ്ടും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പങ്കുവെക്കാൻ കാരണം ഈ 2017 എത്തി നിൽക്കുമ്പോൾ 100 വർഷം കഴിയുമ്പോഴും നമ്മൾ ചിന്തിക്കണം, പരിശുദ്ധ മറിയം ഫാത്തിമയിൽ നൽകിയ സന്ദേശത്തിന് ഇന്നും പ്രസക്തി ഇല്ലേ എന്നും. തീർച്ചയായും പ്രസക്തിയുണ്ട്. 3 വിധ തകർച്ചകളാണ് പരിശുദ്ധ മറിയം ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, ലോകത്തിലും പ്രകൃതിയിലും ഉണ്ടാകുന്ന ദുരിതങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഈ ലോകത്തിൽ മുഴുവൻ ദുരന്തത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന പോലെ
നമ്മൾ തിരിച്ചറിയുകയാണ്. നമുക്കറിയാം ഓരോ ദിനങ്ങളിലും എത്രമാത്രം പ്രകൃതിക്ഷോഭങ്ങളുടെയും ഭൂകമ്പങ്ങളുടെയും കഥയുമായി നമ്മൾ ഉണർന്നേറ്റ് വരുന്നത്. ഒരു സ്ഥലത്ത് അഗ്നിപർവ്വതമാണെങ്കിൽ വേറെ സ്ഥലത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ കഥയാണ് കേൾക്കുന്നത്. ഗൾഫിൽ മണൽക്കാറ്റടിക്കുന്നതിനെക്കുറിച്ചാണെങ്കിൽ കടൽത്തീരങ്ങളിൽ സുനാമി വരുന്നതിനെക്കുറിച്ചാണ്, പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച്. അതായത് ഓരോ ദിവസങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ് പ്രകൃതിയുടെ ക്ഷോഭം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ചുട്ടുപൊള്ളുന്ന വേനലും അതിശക്തമായ ഉഷ്ണവും കാലം എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ 20 ലക്ഷത്തോളം ജനങ്ങൾ പട്ടിണിയിലും വറുതിയിലുമാണെന്നാണ് ഈ ദിവസങ്ങളിൽ UN പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഭക്ഷിക്കാനൊന്നുമില്ലാതെയും കുടിക്കാൻ വെള്ളം പോലുമില്ലാതെയും നശിച്ച് തീരാ ദുരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ചിത്രമാണ് ഇന്ന് നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രകൃതി പണങ്ങിയിരിക്കുന്നു ഒന്ന്. രണ്ടാമതായും ഓർത്തു വെക്കണം, പാപം പെരുകുന്നു. എല്ലാ മേഖലകളിലും സ്വാർത്ഥത പെരുകി വരികയാണ്. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നതിനും പരസ്പരം ആക്രമിക്കുന്നതിനൊന്നും ഒരു മടിയില്ലാതെ, അത് മതത്തിൻ്റെ പേരിലും രാഷ്ട്രത്തിൻ്റെ പേരിലും യുദ്ധങ്ങളുണ്ടാകുക. നമ്മൾ കേൾക്കുന്ന ഓരോ ദിവസവും എത്ര ചാവേർ ആക്രമണത്തിലാണ് നിരപരാധികൾ കൊല്ലപ്പെടുന്നത്. ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ എത്രയോ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. സിറിയയിലും ലെബനനിലും യമനിലും ഒക്കെ ഓരോ ദിവസവും ബോംബുകൾ വീണും എത്രയോ നിഷ്കളങ്കരും നിരപരാധികളെ കൊല്ലപ്പെടുന്നത്. മതമർദ്ദനങ്ങൾ, പീഡനങ്ങൾ, ആക്രമണങ്ങൾ, അതായത് ദുരിതങ്ങൾ വർദ്ധിക്കുന്നു. മനുഷ്യൻ ചെയ്ത ദുരിതങ്ങൾ വർദ്ധിക്കുന്നു. ഒന്നാമത്തെ ഘട്ടത്തിൽ പ്രകൃതിയിലെ ദുരിതങ്ങളാണെങ്കിലും രണ്ടാമത്തെ ഘട്ടത്തിൽ മനുഷ്യനെതിരെ ചെയ്ത ദുരിതങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു വെക്കും, സഭയും പീഡനത്തിനിരയാകുകയാണ്. രണ്ട് വിധത്തിൽ സഭ പീഡിപ്പിക്കപ്പെടുന്നു. ഒന്ന് പുറമേ നിന്നുള്ള പീഡനങ്ങൾ, അതായത് മതമർദ്ദനങ്ങളും തെറ്റിദ്ധാരണകളും ആരോപണങ്ങളുമായി സഭ പീഡിപ്പിക്കപ്പെടുകയാണ്. ഓരോ മണിക്കൂറിലും 100 കണക്കിന് ക്രിസ്തീയ മക്കൾ ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്, രക്തസാക്ഷികളാകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പീഡനത്തിനിരയാകുന്ന വിശ്വാസ സമൂഹം ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്തീയത ഇന്ന് മർദ്ദനത്തിന് വിധേയമാകുക. ക്രിസ്തീയ വിശ്വാസം പുറമേ നിന്ന് പീഡിപ്പിക്കപ്പെടുന്നു. നാടൻ ഗ്രാമങ്ങളിൽ ജീവിച്ചുള്ളവർക്കറിയാം, അവിടെ കവുങ്ങും തെങ്ങ് പോലുള്ള മരങ്ങളൊക്കെ പുറമേ നന്നായി തടിച്ചു കൊഴുത്തൊക്കെ നിൽക്കും. ചിലപ്പോൾ തേങ്ങയും കാണും, ചിലപ്പോൾ ഓലയും ചൂട്ടൊക്കെ കാണും. ഒരു സുപ്രഭാതത്തിൽ കാറ്റ് വന്ന് ഒടിഞ്ഞു പോകുമ്പോഴാണ് അറിയുന്നത്, കാരണം അകത്ത് മുഴുവൻ പൊള്ളയായിരുന്നു എന്നും. അകത്തുണ്ടായിരുന്ന കാമ്പ് ചെതല് കയറിയിട്ടോ പ്രാണി കയറിയോ തുറന്നു നിൽക്കും. പുറമേ തൊലിയുടെ ഫ്രെയിം വർക്ക് നിൽക്കുന്നതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ഒരു ദിവസത്തിൽ കാറ്റത്ത് ഒടിഞ്ഞു വീഴുമ്പോൾ അറിയുന്നത്, അയ്യോ ഉള്ളൊന്നും ഇല്ലാഞ്ഞെന്നും. ഇതുപോലെ ഉള്ളു കാർന്നു പോയ വിശ്വാസ സമൂഹമായി ക്രിസ്തീയത നിൽക്കുക. ഇങ്ങനെ മാതാവ് നൽകിയ സന്ദേശങ്ങൾ മൂന്നും, പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യ ദുഃഖങ്ങളും സഭയിലെ തകർച്ചകളും എല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന ഈ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദേശം ഇനിയും പ്രസക്തമാണ്. ജപമാല ചൊല്ലണം, പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്യണം. ഇന്ന് ഈ വചനം നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഫാത്തിമ ദർശനത്തിൻ്റെ 100-ാം വർഷത്തിൽ ഈ സന്ദേശങ്ങൾ ഇന്ന് പൂർണ്ണമായി ഉൾക്കൊണ്ട് ഒരു ക്രിസ്തീയ ശൈലി നമ്മൾ രൂപപ്പെടുത്തണം എന്ന് പറയാൻ വേണ്ടിയാണ്. മാതാവിലൂടെ നൽകിയ സന്ദേശം എന്താ? എല്ലാ പീഡനങ്ങൾക്കും തകർച്ചകൾക്കും അപ്പുറത്ത് എൻ്റെ പുത്രൻ ജയിക്കും, എൻ്റെ മകൻ്റെ കുരിശ് വിജയം ഭരിക്കും, എൻ്റെ മകൻ്റെ രാജ്യം വരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും പരിത്യാഗം ചെലവഴിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. ഞാൻ പ്രത്യേകം ഓർത്തു പറയും, മെയ് 13 മുതലുള്ള കാലഘട്ടം, ഒക്ടോബർ മാസം വരെയുള്ള 6 മാസ കാലഘട്ടം പ്രത്യേകമായി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ അനുസ്മരിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം തൊട്ട് ഏറ്റവും തീഷ്ണമായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. പ്രത്യേകിച്ച് ഇപ്പം നോമ്പ് തുടങ്ങി. ഈ നോമ്പ് തീഷ്ണമായ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെതുമായ ദിനങ്ങളായി മാറട്ടെ. പ്രത്യേകമായി ഞാൻ സൂചിപ്പിക്കും 3 കാര്യങ്ങൾ. ഒന്ന്, ജപമാല ചൊല്ലണം. അത് വ്യക്തിപരമായി ചെല്ലണം, കുടുംബങ്ങളിൽ ചെല്ലണം, കൂട്ടായ്മകൾ ചെല്ലണം, സഭയിൽ ചെല്ലണം. ഈ ജപമാല ധരിക്കണം, ജപമാല കൊണ്ടു നടക്കണം, ജപമാല ചൊല്ലണമെന്ന് പ്രത്യേകമായി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ പറഞ്ഞു വെക്കും, വ്യക്തികൾ തനിച്ച് ജപമാലയിൽ നിന്ന് ശൈലി പഠിക്കണം.
അതോടൊപ്പം തന്നെ എല്ലാ കുടുംബങ്ങളിലും സന്ധ്യാപ്രാർത്ഥന ജപമാല ചെല്ലണം. പറ്റുമെങ്കിൽ പ്രഭാതത്തിൽ ചെല്ലാം. അതുപോലെ നമ്മുടെ സഭാ കൂട്ടായ്മകളിലും ജപമാല എല്ലാം പഠിക്കണം. ജപമാലയിലൂടെ പാപികളുടെ മാനസാന്തര പ്രാർത്ഥിക്കാൻ സഭ പ്രത്യേകമായി ഇന്ന് ആവശ്യപ്പെടുന്നു. നമുക്ക് അനുസ്മരിക്കാം. രണ്ടാമത് ഞാൻ പറഞ്ഞു നോക്കും, ഏറ്റവും വലിയ പ്രാർത്ഥനയായ വിശുദ്ധ ബലി യോഗ്യതയോടെ പങ്കെടുക്കാൻ, അർപ്പിക്കാനും ചേരാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ കുർബാന അത് കഴിയുന്ന എല്ലാ ദിവസവും പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ ഇടവക സമൂഹങ്ങളിൽ വിശുദ്ധ ബലി സജീവമായി പങ്കെടുക്കണം. ഭക്തിയോടെ ഒരുക്കത്തോടെ കുർബാന സ്വീകരിക്കണം. ഈശോയുടെ പീഡാനുഭവങ്ങളെ പൂർണ്ണമായി അവതരിപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ ഈശോ ശരീരരക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ശക്തി ആർജിക്കണം. അതുകൊണ്ട് ദിവ്യബലിയുടെ ബന്ധം ശക്തമാക്കാനും ആവശ്യപ്പെടുക. മൂന്നാമതായി പറഞ്ഞു വെക്കാം, ഉപവാസത്തിൻ്റെ നോമ്പിൻ്റെ കാലഘട്ടമാണിത്. ഉപവാസത്തിൻ്റെ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഇനിയുള്ള ദിനങ്ങളിൽ നമുക്ക് നോമ്പിലൂടെ കടന്നു പോകാം. പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ കാലഘട്ടത്തിൽ സുഖലോലുപതയുടെ ലൂക്കാസ് സുവിശേഷം 21:34 പഠിപ്പിച്ച സുഖലോലുപതയുടെ കെണി സഭയെയും സമൂഹത്തെയും വ്യക്തികളെയും കെട്ടിയിട്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ ചരട് പൊട്ടിക്കാൻ മാർഗമൊന്നുള്ളൂ, പരിത്യാഗത്തിൻ്റെ, ഉപവാസത്തിൻ്റെ, നോമ്പിൻ്റെ കത്തി. അതുകൊണ്ട് ഈ ചരടുകളിൽ അരച്ചു മുറിച്ച് കളയണം. അതുകൊണ്ട് പ്രത്യേകമായി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. നാലാമതായി പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളിലേക്ക് തന്നെ ഒതുക്കാതെ ലോകം മുഴുവൻ്റെയും പാപികളുടെ മാനസാന്തരം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടു പോയ എല്ലാ ആളുകളുടെയും ദൈവസന്നിധിയിൽ നിന്നും ദൈവകൃപയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ എല്ലാ ആളുകളുടെയും തിരിച്ചു വരവിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. പ്രത്യേകിച്ച് കുറേ സമയമൊക്കെ കൂടുതലുള്ള ആളുകളും ആശുപത്രി കിടക്കുന്നവരായിരിക്കാം, ജയിലിൽ കിടക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വെറുതെ ഇരിക്കുന്നവരായിരിക്കാം. അവരോടൊക്കെ ഞാൻ പറഞ്ഞു വെക്കും, നിങ്ങൾ ദിവസത്തിൽ 1 മണിക്കൂർ സമയം ഇരുന്ന് എല്ലാവർക്കും കൂടി മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ഈ സന്ദേശമൊക്കെ ശ്രമിക്കുന്ന ആളുകൾ ഓർക്കണം, നിങ്ങൾക്ക് ദിവസം 1 മണിക്കൂർ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി, അത് അമേരിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും, റഷ്യയ്ക്ക് വേണ്ടിയും, ഓസ്ട്രേലിയക്ക് വേണ്ടിയും, ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടിയും, ചൈനയ്ക്ക് വേണ്ടിയും, എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടിയും, നമ്മുടെ ഭാരതത്തിന് വേണ്ടിയും, തൊട്ട് സമീപം കിടക്കുന്ന ബംഗ്ലാദേശിന് വേണ്ടിയും, പാകിസ്ഥാന് വേണ്ടി, അഫ്ഗാനിസ്ഥാന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം. എല്ലായിടത്തും ദൈവസ്നേഹത്തിന് അല്ലടി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട, അതുകൊണ്ട് ഈ വർഷം 2017 പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ത്യാഗത്തിൻ്റേതുമായ ഒരു കാലഘട്ടമാക്കി മാറ്റണം. അതിലൂടെ ലോകത്തിന് നവീകരണം ഉണ്ടാകട്ടെ. നോക്കൂ, ഈ കാലഘട്ടങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധ മറിയം അടയാളങ്ങളും സന്ദേശങ്ങളും ദർശനങ്ങളും നൽകുന്നുണ്ട്. അത് രക്തക്കണ്ണീരാകാം, തേനും പാലും ഒഴുകുന്നതായിരിക്കാം, ദർശനങ്ങളായിരിക്കാം, എന്തു ആട്ടെ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെടട്ടെ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടാകട്ടെ. അതിനുവേണ്ടിയാണ് നിങ്ങൾ തീഷ്ണമായി ആഗ്രഹിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വെക്കും, എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ, വിളിച്ചപേക്ഷിക്കുന്നുവോ, അമ്മ കടന്നു വരും. വിളിച്ചവരിൽ ആരെയും ഉപേക്ഷിച്ചതായി കേട്ടിട്ട് പോലുമില്ലെന്ന് എന്നും ചെല്ലുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ വലിയ ഇടപെടൽ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് ഒരുപാട് തിന്മയും അശുദ്ധിയും ഒക്കെ നമ്മൾ ചുറ്റുവട്ടങ്ങൾ സംഭവിക്കുമ്പോൾ കുറച്ച് ദൈവമക്കളെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണ്ടേ? കുറച്ച് ദൈവമക്കളെങ്കിലും ദൈവത്തെ തേടണ്ടേ? കുറച്ച് ദൈവമക്കളെങ്കിലും തമ്പുരാണ്ട് യാചിക്കണ്ടേ? അവിടെ കർത്താവ് കരുണ കാണിക്കാതിരിക്കില്ല. അതുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥനയുടെ ദിനങ്ങളാണിത്. അതുകൊണ്ട് ഈ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ വെറും ചടങ്ങും ആഘോഷങ്ങളും സഭയുടെ ഔദ്യോഗിക ബാനറുകളും അലങ്കാരങ്ങളും ഒതുങ്ങിപ്പോകാതെ പ്രാർത്ഥനയുടെ ഒരു വർഷമായി എല്ലാവരും കൊണ്ടുനടക്കാൻ ആവശ്യപ്പെടുക. പരിശുദ്ധ മറിയത്തോടൊത്ത് ഫാത്തിമ മാതാവിനോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഫാത്തിമ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കിട്ടട്ടെ. ധാരാളം ദേവാലയങ്ങൾ ഫാത്തിമ മാതാവ് പ്രതിഷ്ഠിതമായിരിക്കാം. ആ ദേവാലയങ്ങളിലെ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ജനവും പ്രത്യേകമായി ഒരുങ്ങി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അല്ലാതെ എല്ലാവരും തന്നെ പരിശുദ്ധ മറിയത്തിലൂടെ വലിയ അടയാളവും അനുഭവം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ
നിത്യമഹോന്നതമപ്പം നീ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. കാരുണ്യനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ അങ്ങ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തുതികളിൽ വസിക്കുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തിന് മുമ്പിൽ എല്ലാ ശക്തികളും മുട്ടുമടങ്ങുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും രോഗങ്ങളെയും ആകുലതകളെയും നിന്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ഭാരപ്പെടുത്തുന്ന എല്ലാ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഇപ്പോൾ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഇവിടെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആളുകളുടെ മേലും അങ്ങ് ഭരണകർത്താവായിരിക്കണമേ. എല്ലാ തിന്മകളെയും അങ്ങ് ശാസിക്കണമേ. എല്ലാ തകർച്ചകളെയും അങ്ങ് ബന്ധിക്കണമേ. എല്ലാ അസ്വസ്ഥതകളെയും അങ്ങ് നീക്കണമേ. അങ്ങയുടെ വലിയ കാരുണ്യവും അങ്ങയുടെ വലിയ ശക്തിയും ഇപ്പോൾ ജനത്തിൻ്റെ മേൽ അങ്ങ് സംലഭ്യമാക്കണമേ. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സുഖം പ്രാപിച്ചുവല്ലോ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ എല്ലാവരെയും സ്പർശിക്കണമേ. ഇപ്പോൾ തന്നെ വേദനകളും രോഗങ്ങളും തകർച്ചകളും നൊമ്പരങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന കർത്താവേ, സ്തുതിയുടെ ആരംഭങ്ങളിൽ ഇറങ്ങി വരുന്ന കർത്താവേ, ഇപ്പോൾ ഈ നിമിഷ ദൈവശക്തി പ്രകടമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആത്മാവിൻ്റെ പുതിയ അഭിഷേകത്താൽ എല്ലാ രോഗങ്ങളും തകർച്ചകളും എല്ലാ വിഷമങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ